മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം പണിയുന്നതിന് വേണ്ടി നമ്മുടെ കേരള സർക്കാർ ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 300 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ മാക്സിമം എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കില്ല എന്നെനിക്കറിയാം. യെസ്, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കേരള സർക്കാർ പുതിയൊരു സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാമിന് പകരമായിട്ടൊരു ഡാം പണിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ 366 മീറ്റർ താഴെയായിട്ട് വരും. ഒരു ഡാം പണിയാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മുടെ കേരള സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു സ്ഥലവും അതുപോലെ തന്നെ ഇതിൻ്റെ ബഡ്ജറ്റും എല്ലാം കൂടെ ചേർത്താണ് ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് 1400 കോടി രൂപയാണ് ഒരു പുതിയ ഡാം പണിയാൻ വേണ്ടിയിട്ട് ചിലവായിട്ട് വരിക. 2011 നമ്മൾ ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിരുന്നു. അന്നത്തെ ചിലവെന്ന് പറയുന്നത് 600 കോടി രൂപയായിരുന്നു. ഇപ്പോൾ അത് 1400 ഉയർന്നിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട് ആ ഒരു സമയത്തും ഇത് സമ്മതിച്ചില്ലായിരുന്നു. എതിർപ്പായിട്ട് ഇന്ന് തമിഴ്നാട് സർക്കാർ തന്നെയാണ്. എന്തായാലും ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് വെള്ളം ഒരു പ്രശ്നമാണ്, അതുകൊണ്ടാണ് അവരിങ്ങനെ എതിർക്കുന്നത്.